ആഘോഷിച്ചു. എടി പിന്നെ നീ അനുഭവിക്കുന്നു നോക്കോ. ഈ വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ എന്നെ റോഡ് കൊണ്ടിട്ട് നടത്തിക്കുന്നത് ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. സുരേഷ് ഗോപി സാറൊക്കെ ഈ ഒരു ഫിഗറിൽ എത്തിയതേ ചുമ്മാതൊന്നും അല്ല. നല്ല എക്സസൈസ് ഉള്ളതുകൊണ്ടാ. കാക്ക കുളിച്ചാ കൊക്കാവോ? പിന്നെ നല്ല സോപ്പിട്ട് കുളിച്ച സകല കാക്കയും എല്ലാ കറുപ്പും പോയി നല്ല വെളുത്ത കൊക്കായി മാറുന്നതേ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് അമേരിക്കയിൽ. അയ്യോ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ അമേരിക്കയിലെ കഥ കൂടെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ. രാവിലെ തന്നെ ഫസ്റ്റ് എനിക്ക് പത്രം വായിക്കാന്നുള്ളത് നിർബന്ധ അയ്യടാ ഒരു ന്യൂസ് പേപ്പർ ആർക്ക് വേണം? സകല ന്യൂസും ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമല്ലേ എനിക്ക് വേണ്ട. നീ കണ്ട നമ്മുടെ സത്യനേശൻ സാറിന് വിശിഷ്ട സേവാ മെഡലെന്ന്. ഏത് സത്യനേശൻ സാറ്? മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന CI സത്യനേശൻ സാറ്. അങ്ങേർക്ക് ഇത്രയും വലിയ അവാർഡ് കിട്ടാൻ അങ്ങേര് എന്ത് അത്ഭുതം ചെയ്തു? നോക്കട്ടെ. കണ്ടങ്കാളി CI സത്യനേശൻ സ്വന്തം പുരയിടത്തിൽ ഒരു ഗാർമെന്റ് യൂണിറ്റ് തുടങ്ങി. വിവിധ കേസുകളിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ സ്ത്രീകൾക്ക് തൊഴിൽ നൽകിയിരുന്നു. മാതൃക എന്ന ആ സ്ഥാപനം വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തമാവുകയും വിദേശങ്ങളിലേക്ക് വരെ വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഉണ്ടായി. കുറ്റവാളികളായ സ്ത്രീകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന പൊതുധാരണയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച CI സത്യനേശന്റെ നന്മയുള്ള പ്രവൃത്തിക്ക് പാരിതോഷികമായാണ് വിശിഷ്ട സേവാ മെഡൽ നൽകുന്നതെന്ന് സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സത്യനേശ സാർ പണ്ടേ സൂപ്പറാ. കള്ളന്മാർക്കൊക്കെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. ഞാനെന്ന് ചോദിച്ചു സാറേ ഈ ചെയ്യുന്നതൊക്കെ മോശമല്ലയോന്ന്. എന്തായാലും അങ്ങേര് ചെയ്തത് ശരിയല്ല. കള്ളന്മാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കോ? അതിന് സാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കണമെന്ന്. കള്ളന്മാരും കുറ്റവാളികളും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പോലീസുകാര് മാസാമാസം ശമ്പള എണ്ണി വാങ്ങുന്നതെന്ന്. എന്തായാലും സാറിനൊന്ന് വിളിക്കട്ടെ, ഒരു കൺഗ്രാറ്റ്സ് പറയാം. സാറേ ദിനേശ അല്പം ബിസിയാ, ഞാൻ തിരിച്ചു വിളിക്കാം. ഒരു സ്വീകരണ പരിപാടിയുടെ ആൾക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ്. ഓ എടി സാറിന് സ്വീകരണത്തിന് ആൾക്കാർ വന്നിരിക്കുകയാണെന്ന്. എന്റെ അമ്മ ഒറ്റ ദിവസം കൊണ്ടല്ലേ സാറ് സ്റ്റാർ ആയത്. ഓ എങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അങ്ങേരുടെ അവാർഡിന്റെ കോലാഹലം ആയിരിക്കും. പിന്നെ അല്ലാതെ എന്തോന്ന് പിന്നല്ലാതെ. മീശയും വെച്ച് വലിയ SI പറഞ്ഞ് നടക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തൂടെ മനുഷ്യ? എന്തോന്ന് ഈ ജയിലിൽ ഇറങ്ങിയ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ടൈലറിംഗ് ഷോപ്പ് നടത്തണോ? അയ്യോ അതൊന്നും വേണ്ട. ലൈറ്റായിട്ട് ചെയ്യാലോ. പേരെടുക്കാനും അവാർഡ് അടിച്ചെടുക്കാനും അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ. അത് ശരിയാണ്, നീ പറയുന്നതിൽ കാര്യമുണ്ട്. നമുക്ക് ചെയ്യാനൊക്കെ പറ്റുമല്ലേ? കൊടുകൈ എനിക്കിഷ്ടായി. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. അവാർഡ് അടിച്ചെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് കാര്യമായിട്ടൊന്ന് ആലോചിക്കും. നമുക്ക് ഒന്നിച്ചാലോചിച്ചാലോ? എന്ത് ചെയ്യാം? യൂണിഫോമും തൊപ്പിയില്ലാതെ എങ്ങനെ സ്റ്റേഷനിലോട്ട് പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാനെന്നിട്ട് ഫാൻസി ഡ്രസ്സുകാർക്ക് കൊടുത്തു. ഫാൻസി ഡ്രസ്സുകാരനോ? എന്തിന്? ചുമ്മാ അവര് വല്ല പ്രൈസ് വാങ്ങിച്ചോണ്ട് വരട്ടെ. ദുഷ്പേര് കേൾപ്പിക്കില്ലല്ലോ നിങ്ങളെ പോലെ. ഞാനെന്നാ ദുഷ്പേര് കേൾപ്പിച്ചെന്നാ നീ പറയുന്നേ? ഇപ്പൊ എന്റെ ഒരു ക്ലാസ്മേറ്റ് ആന എന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്തോന്ന് പറഞ്ഞു? ബാക്കി എന്ത് വേണേലും ഞാൻ സഹിക്കും, പക്ഷെ സ്ത്രീ വിഷയം എന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞോണ്ടല്ലോ അത് ഞാൻ സഹിക്കില്ല. ആഹാ, ഇതങ്ങനെ സ്ത്രീ വിഷയമൊന്നും അല്ല. അവളുടെ അയൽക്കാരനില്ലേ ആ അമേരിക്കക്കാരൻ അലക്സാണ്ടറുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾ ആനിയുടെ ഹസ്ബൻഡിനെ വിരട്ടിയോ? ആ മണകുടാഞ്ചൻ വക്കീല് അത് ആനിയുടെ ഭർത്താവാണെന്ന് ഞാനെങ്ങനെ അറിയാനാ? അങ്ങേരുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ ആനിയുടെ ഭർത്താവാണെന്ന്? ഞാനൊന്ന് വരട്ടെ, അത്രേ ഉള്ളൂ. കഷ്ടം, ഞാനിപ്പോ ആകെ നാണം കെട്ടിരിക്കും. എന്തിന്? മനുഷ്യ, നിങ്ങൾക്കറിയോ ഞങ്ങളുടെ SSLC 84 ബാച്ചിന്റെ വാട്സാപ്പ് ഗ്രൂപ്പില്ലേ? നിങ്ങളുടെ ഫോട്ടോയും വെച്ച് അവൾ അലക്കിയതൊക്കെ ഒന്ന് വായിക്ക്. നോക്ക്, നാണം കെട്ടുപോയി ഞാൻ. എന്റെ ഭർത്താവാണ് കാലമാടുന്ന അവൾ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ എഴുതി ആര് വായിക്കാനാ? എല്ലാരും വായിക്കും. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. അതെന്ത് വഴി? നിങ്ങളൊരു ഗംഭീരനാണെന്ന് ലോകം അറിയണം. മിനിമം നിങ്ങൾക്കൊരു അവാർഡെങ്കിലും കിട്ടണം. ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ബാച്ചിൽ പഠിച്ച ഒരു സത്യനേശനെ ഓർമ്മയുണ്ടോ? അവൻ ഈയിടെ ഒരു അവാർഡ് കിട്ടി. ജയിലിൽ കിടന്ന പെൺപിള്ളാരെയൊക്കെ തയ്യൽ പഠിപ്പിച്ച് ഒരു ഗാർമെന്റ് യൂണിറ്റ് കൂടെ തുടങ്ങി. അതിനാണ് അവാർഡ്. മനസ്സിലായില്ലേ? സാമൂഹ്യ സേവനത്തിന്.
എങ്കിൽ അടുത്ത അവാർഡ് ചേട്ടനും വാങ്ങിക്കണം. അതുറപ്പാ. ചേട്ടനൊരു CI അല്ലേ? ഈ റോഡിൽ കൂടെ നടക്കുന്ന തെണ്ടുകളെയൊക്കെ പുനരധിവസിപ്പിക്കാൻ പറ്റില്ലേ? ഈ റോഡിൽ കൂടെ നടക്കുന്ന പിച്ചക്കാരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ പറ്റില്ലേന്ന്? നീ എന്തോന്നടി പറയുന്നത്? നിങ്ങൾക്കത് ചെവി കേക്കില്ലേ? തെണ്ടികളെയൊക്കെ പുനരധിവസിപ്പിക്കണോന്ന്. എടി നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? യുവമാരുടെയൊക്കെ പിന്നിൽ വമ്പൻ മാഫിയകളാണ്. സ്വന്തമായിട്ട് ഇവരുടെയൊക്കെ ബാങ്ക് ബാലൻസ് എന്താന്ന് നിനക്കറിയാവോ? അതൊക്കെ വിട്ട് ഏത് തെണ്ടിയാടി അവാർഡും മാങ്ങാത്തൊളിയും വാങ്ങാനാന്നും പറഞ്ഞ് പുനരധിവാസത്തിന് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? എന്തായാലും ഈ ജോലി മതിയായെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും കള്ളനോ ഗുണ്ടയ്ക്കോ ഒരു മുറുക്കാൻ കടെങ്കിലും ഇട്ട് കൊടുത്തൂടെ മനുഷ്യ? അത് ശരിയാണല്ലോ. നമ്മുടെ കൈക്കൂലി കാശ് അങ്ങനെ വൈറ്റാക്കുകയും ചെയ്യാം. കൊള്ളാലോടെ നിന്റെ മുത്ത്. ഇപ്പോഴാ ഞാൻ ചിന്തിച്ചത്, നമ്മുടെ ഒരു ഗുണ്ടയുണ്ട്, പുഷ്കരൻ. മൂപ്പർക്ക് ഈ കൊട്ടേഷൻ പണിയൊക്കെ ഒന്ന് മതിയാക്കിയാലോ എന്നൊരു ഐഡിയ ഉണ്ട്. ഒന്ന് പിടിച്ചാലോ? എന്നെ പിടിച്ചേട്ടാ. ഒരു ഗുണ്ടയൊക്കെ പുനരധിവസിപ്പിക്കാന്ന് പറയുമ്പോ ഈ സമൂഹത്തിന് ചെയ്യുന്ന ഒരു ഭയങ്കര കാര്യമല്ലേ? ഒന്ന് ശ്രമിക്ക ചേട്ടാ. ആണോ? എങ്കിൽ അടുത്ത സീൻ ഗുണ്ടാ പുഷ്കരൻ. ചുമ്മാ അല്ല കൊട്ടേഷൻ കിട്ടാത്തത്, കത്തിക്ക് പോലും മൂർച്ചയില്ല. ഓ എന്റെ ചേട്ടാ, എന്തടി വല്ലൂരും കാണും. ഇത്രയും വലിയൊരു ഗുണ്ട ഒരു പണിയില്ലാതെ അച്ചിക്കോന്തനായി ഈർക്കലെടുത്ത് ചൂരുണ്ടാക്കാന്ന് പറഞ്ഞാലേ ഈ നാട്ടിലെ ഗുണ്ടകൾക്ക് മൊത്തം മാനക്കേടാ. ഇടി ഞാൻ എന്ത് ചെയ്യാൻ? വല്ലവനെ കൊട്ടേഷൻ കൊണ്ട് തരണ്ടേ? അല്ലെങ്കിൽ വീട് തോറും കയറി ഇറങ്ങി ആളെ കൊല്ലാനുണ്ടോ കൊല്ലാൻ എന്ന് വിളിച്ചോണ്ട് നടക്കാൻ പറ്റോ? എന്റെ ചേട്ടാ, ഈ ഗുണ്ടകൾക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങ്. എന്നിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കണം. ഏതേലും വഴിക്ക് എപ്പോഴാ കൊട്ടേഷൻ കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. എടി ഇപ്പൊ കൊട്ടേഷൻ ഒന്നും ആരും തരുന്നില്ല. എടി നമ്മുടെ നോട്ട് അസാധുവാക്കിയതിനു ശേഷം ആൾക്കാർ ക്യാഷ് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. എടി ഇപ്പൊ ആദ്യം വീട്ടില് അരിയും പലവിധ സാധനങ്ങളൊക്കെ വാങ്ങും. പിന്നെ ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുക്കാൻ കാശ് തികയോ? അതാണ് ഇപ്പോഴത്തെ ഒരു മാന്യം. എന്റെ ചേട്ടാ, ചുമ്മാ ടിവിയിൽ കുറച്ച് അടിപിടി പടങ്ങളൊക്കെ കാണ്. ഒരു ഗുണ്ട എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. അതെടി. എടി ഈ ഗുണ്ടാ പുഷ്കറിനെ സ്ട്രോങ് ആവാൻ TV സിനിമയെന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നീ ചുമ്മാ ഒരാളെ ഇങ്ങോട്ട് താ, ഞാൻ അവനെ ഇടിച്ചു പരിപ്പളക്കണം. ഞാൻ കാണിച്ചു തരാം, കണ്ണോ? ഒരുത്തനെ എനിക്ക് പേടിയില്ല. പോലീസാ ഒരു നല്ല കാര്യത്തിനാ. ഓ അന്ന് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞ നാട്ടുകാരെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി തന്നതല്ലേ സാറന്മാര്? ഇനി എനിക്കത് വേണ്ട എന്റെ പൊന്ന് സാറേ. എന്റെ പുഷ്കര അവിടെ നിക്ക്. സാർ അതിലും വലിയൊരു നല്ല കാര്യം പറയാൻ വന്നതാ. എന്റെ ചേട്ടാ ഒന്ന് നിക്ക്. സാറുമാരും അല്ല കൊട്ടേഷനും കൊണ്ട് വന്നതോ? നീ എന്തോ ഈ പറയുന്ന കൊട്ടേഷനാ? എടി സ്വന്തം ഭർത്താവ് വല്ലവന്റെ കൈകൊണ്ട് ചാവുന്ന കാണണം നിനക്ക്? കൊട്ടേഷന് സ്വന്തം ഭർത്താവിനെ പറഞ്ഞയക്കാൻ ഇഷ്ടമുള്ള ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണാം. പിന്നല്ലാതെ ഞങ്ങള് ലവ് മാരേജ് അല്ലേ സാറേ? അങ്ങേരെ ഗുണ്ടായിസം കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. എടി ചുമ്മാ വിവരക്കേട് പറയല്ലേ. അവനെ വല്ലവനും ഇടിച്ച് ചമ്മന്തിയാക്കി അവൻ ഇവിടെ കിടന്ന് ചമച്ച കുറച്ചാ നീ പണിക്ക് പോയി കുടുംബം പോറ്റേണ്ടി വരും. അതൊക്കെ അറിഞ്ഞോണ്ട് തന്നെ സാറേ ഞാൻ കല്യാണം കഴിച്ചത്. ചേട്ടാ ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? ദേ സാറുമാര് കാണാമെന്ന് കണ്ടില്ലേ? ഇപ്പൊ ഞാൻ വരൂല. ഓ ഒന്നിങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാടേ. വാ സാറേ, സാറ് വിളിക്കണ്ട, പെങ്ങളൊന്ന് വിളിച്ചേ. ഇങ്ങോട്ട് വാ. ഞാൻ വന്നു. എന്താ സാറേ കാര്യം? അതെ പുഷ്കര, ഒന്നും ചെയ്യില്ല സാറേ. എടാ, നിന്നെ വിളിക്കാനല്ല. എടാ പുഷ്കര, സാർ ഇന്ന് രാവിലെ ഭയങ്കര ഒരു സ്വപ്നം കണ്ടു. നിന്നെ ആരാണ്ടൊക്കെയോ ചേർന്ന് വടിവാള് കൊണ്ട് ഈ തല വെട്ടി ആ തല നേരെ പോലീസ് സ്റ്റേഷന്റെ മേശപ്പുറത്തോണ്ട് വെച്ചേക്കും. എന്നിട്ട് എന്താ സാർ ആ കൊട്ടേഷൻ എനിക്ക് തരാത്തത്? എടാ നിന്റെ തല ഇറക്കുന്ന കൊട്ടേഷൻ നിനക്ക് തരുമോ മണ്ട? ഇത് സ്വപ്നമായിരുന്നടാ. സ്വപ്നമായിരുന്ന ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന സീനിയറല്ലേ സാറേ ഈ സ്വപ്നത്തിലെ? ഓ സാറിന്നല്ലേ സുബ്രഹ്മണ്യപുരം സിനിമ കണ്ടിട്ടാവും കിടന്നുറങ്ങിയത്. അടി വെച്ചിട്ടുണ്ടല്ലോ. എന്റെ പെണ്ണുമുള്ള ബാക്കിയുള്ള ഇവിടെ സെന്റിമെന്റ്സ് പിടിച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോ കോമഡി അടിക്കാൻ നോക്കുന്നു. അതെ, സാറ് സ്വപ്നം കണ്ട് എഴുന്നേറ്റപ്പം ഒരു കാര്യം തീരുമാനിച്ചു. എന്താ സാറേ? അതായത് നിന്റെ ഈ തല ഞാൻ ഒരുത്തനും വിട്ടുകൊടുക്കത്തില്ല. സാറേ എന്ന് വെച്ചാ സാർ എന്റെ തല എടുക്കുന്നല്ലേ? അയ്യേ സാറേ ഞാൻ എന്ത് തെറ്റിട്ടാ എന്നെ ഇങ്ങനെ? ഓ എന്റെ സാറേ, ഈ തെണ്ടിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എടാ പുഷ്കര, ഞാൻ തെളിച്ചു പറയാം. നിന്നെ ഗുണ്ടാപ്പണിയിൽ നിന്നും പുനരധിവസിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എടോ തന്നെ ഒരു കടക്കാരനാക്കാൻ ഞാൻ തീരുമാനിച്ചു. ആക്കിയത് തന്നെ. ഇവിടെ കടം കയറി വീട് ജപ്തി ചെയ്യാൻ പോണം, എന്നിട്ട് വീണ്ടും സാറെന്നെ കടക്കാനാക്കാൻ പോണം. അതല്ലടാ, ഇടാ ഞാൻ സിറ്റിയിലൊരു കട നോക്കി വെച്ചിട്ടുണ്ട്. മോഷ്ടിക്കാൻ
വാങ്ങാനാ? പെണ്ണുപിള്ള സാറേ അതൊന്നുമല്ല. പിന്നെ എടേ, നിനക്ക് കച്ചവടം ചെയ്യാൻ ഞാനൊരു കട നോക്കി വെച്ചിട്ടുണ്ടെന്ന്. You mean business? മീൻ ബിസിനസ് ഒന്നല്ല, ഒന്ന് പോയേ. എടാ, കത്തി, കൊടുവാള്, അങ്ങനെ സകലമായ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു കട. താങ്കുണ്ടായതുകൊണ്ട് തന്റെ കൂട്ടുകാർക്കൊക്കെ ആവശ്യമായിരിക്കുമല്ലോ ഈ ആയുധം. നിനക്കാണെങ്കിൽ ചുമ്മാ കടയിരിക്കുമ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ സാർ. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ വടിവാളെടുത്തിട്ട് അല്ല, ഞാൻ പറയട്ടെ ഡേയ്, ഇങ്ങനെ വെട്ടിപ്പളക്കും പോലത്തെ ഒരു സ്വപ്നമൊക്കെ കണ്ടൂടെ ഇടയ്ക്ക്? അല്ല സാറേ, എന്തായാലും ഈ കൊട്ടേഷൻ ഇല്ലാതെ ചുമ്മാ കടയിൽ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ എനിക്കിഷ്ടാ. പക്ഷേ ഇവള് സമ്മതിക്കില്ല സാറേ. ആ, ഞാൻ സമ്മതിക്കില്ല. ഇവള് ചുമ്മാ മന്ന ബുദ്ധിയെ പോലെ കടയിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടോ സാറേ? ഇങ്ങനെ വല്ല അടിപിടിയൊക്കെ ഉണ്ടാക്കി ആരുടെയും തലയെടുത്ത് ജീവിക്കണതാ എനിക്കിഷ്ടം. കണ്ട സാറേ, ഇവളാണ് പ്രശ്നം. കണ്ട സാറേ, ഒറ്റ അടി അടിച്ചിരിക്കടാ കവാലെ കുറ്റി നോക്കി. ആണോല്ലടാ അച്ചി കൊന്തനായിട്ട് സംസാരിക്കേ. മെനങ്ങാന്ന് സാറിന്റെ ഭാര്യ സാറിന്റെ തലക്കിട്ട് അടിക്കണത് ഞാൻ കണ്ടല്ല. സാർ അച്ചി കൊന്തനാണ്. നീ കണ്ടായിരുന്ന? ഞാൻ കണ്ട്. പുഷ്കര, ഓ. വളച്ചു കേട്ടാലും ഞാൻ കാര്യം പറയാം. സാറ് കാര്യം പറയാ, പക്ഷെ എന്റെ വീട്ടുകാരെ വളച്ചേട്ടാ നിൽക്കണ്ട. ഒറ്റ അടി അടിച്ചിരിക്കടാ കവാലെ കുറ്റി നോക്കി. ആണോല്ലടാ അച്ചി കൊന്തനായിട്ട് സംസാരിക്കേ. മെനങ്ങാന്ന് സാറിന്റെ ഭാര്യ സാറിന്റെ തലക്കിട്ട് അടിക്കണത് ഞാൻ കണ്ടല്ല. സാർ അച്ചി കൊന്തനാണ്. നീ കണ്ടായിരുന്ന? ഞാൻ കണ്ട്. പുഷ്കര, ഓ. വളച്ചു കേട്ടാലും ഞാൻ കാര്യം പറയാം. സാറ് കാര്യം പറയാ, പക്ഷെ എന്റെ വീട്ടുകാരെ വളച്ചേട്ടാ നിൽക്കണ്ട. അതെ, സാറ് കാശുമായിട്ടാണ് വന്നിരിക്കുന്നത്. കടയുടെ വാടകയും അഡ്വാൻസും ഒക്കെ സാറ് കൊടുത്തു കഴിഞ്ഞു. ഇനി നീ അവിടെ പോയി ഒന്ന് ഇരുന്നാ മാത്രം മതി. അങ്ങനെ ഐശ്വര്യത്തോടെ വാങ്ങി സാറ് പിടിച്ചേ. അയ്യോ, മഹാലക്ഷ്മി വീട്ടിൽ കയറി വന്നതല്ലേ. ഇപ്പോ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ കാശിന് വേണ്ടിയല്ലേ. അതിപ്പോ ഒരുത്തന് ഇടിച്ചിട്ടായാലും വടിവാള് വിറ്റിട്ടായാലും എല്ലാം ഒരുപോലെ അല്ലേ സാറേ? ഞങ്ങളും പറഞ്ഞത്. എന്തായാലും അച്ചിപ്പണം വാങ്ങല മറ്റന്നാവ് എടുത്തേ ഫോട്ടോ എടുക്കണോ? കേട്ടോ. അല്ല സാറേ, ഇതെന്തിനാ ഫോട്ടോ എടുക്കണേ? സാർ ഇത് കടായിട്ട് വന്നതാണോ? ഏയ്, ഇത് എസ് ഐ സാറിന്റെ ഒരു സൽപ്രവൃത്തിയല്ലേ. അത് സാറ് ചെയ്തു എന്ന് നാട്ടുകാരൊക്കെ അറിയണ്ടേ. വേണം. അതിനു വേണ്ടി ഫോട്ടോ എടുക്കണം. പെട്ടെന്ന് നടക്കാം സാർ. റെഡി ആയിരുന്നോ? ചിരി. ചിരിച്ചോ? കിട്ടി. ഓക്കെ സാർ. എന്നാ ശരി. സാറേ, ഒരു കടയല്ലേ സാർ? പിന്നെ ഇത്രയും താക്കോൽ എന്തിനാ? എടാ, ഒരു താക്കോല് കളഞ്ഞാലും ഒരു താക്കോലൂടെ വേണ്ടേ? അങ്ങനെ അപ്പൊ കട കളഞ്ഞു പോയാലാ? നീ ധൈര്യമായിട്ട് പോയി കട തുറന്നു. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. പെട്ടെന്ന് പോക്കോ. ഭാര്യ പേടിയുള്ളൊരു മണ്ടല്ലുണ്ട. മണ്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റ പാട്. പോലീസിലുണ്ടടി ഇങ്ങനെ മണ്ടന്മാര്. പിന്നെ കള്ളന്മാരിലില്ലേ മണ്ടന്മാര്? ചുമ്മാ കുറച്ച് കാശും താക്കോലും തന്നിട്ട് കടയിൽ പോയിരിക്കാൻ. ദൈവമേ, കേരള പോലീസിന്റെ അവസ്ഥയെ. എന്നാ ഞാനും. എടി, ഈ കാശ് കൊണ്ട് നീ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പേര്. CS ഇറങ്ങണ്ട, അപ്പോഴും പൊക്കും. കൈക്കൂലി കണ്ടുപിടിച്ചവനാ അത്യാർത്ഥിക്കാരൻ. ഓടി. നമസ്കാരം. എന്താ സാറേ, ഈ പാവങ്ങളുടെയൊക്കെ വീട്ടില് എന്താണ് ഇപ്പൊ ഇടിയില്ല, പക്ഷെ അടിയുണ്ട്. സാർ ഉദ്ദേശിച്ചത് ഈ ഇടിയാണോ? അയ്യോ, മൊത്തം ഉണ്ടല്ല സാറേ. ഇപ്പൊ ഒരുത്തന് വിളിക്കുന്നില്ല. അല്ല സാറ് വന്നത്? സാറിന് തന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. അയ്യോ, തെളിയിക്കാതെ കിടക്കുന്ന വല്ല കേസല്ലോ എന്റെ തലയെ കെട്ടിവെച്ച്. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റൂല സാറേ. ജയിലിൽ കിടന്ന് ഞാൻ മടുത്തു സാറേ. പിന്നെ താൻ എന്തോ ചെയ്യടോ ജീവിക്കാൻ? ഞാൻ എന്തേലും കൂലിപ്പണിയെടുത്ത് ജീവിച്ചോളാം സാറേ. എന്നെ അങ്ങ് വിട്ടരാ സാറേ. എടോ, ഇത്രയും വലിയ ഗുണ്ടയായി താൻ കൂലിപ്പണി എടുക്കുന്നത് കണ്ടാൽ അതൊക്കെ ഞങ്ങൾക്ക് വലിയ നാണക്കേടല്ലേ? സാറ് നിനക്ക് ജീവിക്കാനുള്ള ഒരു വകയുമായിട്ടാ വന്നിരിക്കുന്നത്. ഭയങ്കര സംഭവമാണല്ലോ. ഈ പോലീസുകാർമാർക്കൊക്കെ എന്ത് പറ്റി? SI സാർ കാശ് നിന്നിട്ട് പോയതേ ഉള്ളൂ. ഇപ്പൊ CI സാർ. താനെന്തോടെ ആലോചിക്കണം? അല്ല, ഹേമമാർക്ക് എന്നെ നന്നാക്കാൻ ഇത്രയും താല്പര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചത്. എടോ, തന്നെ പോലുള്ള ഗുണ്ടകളെ നന്നാക്കി എടുത്താൽ ഞങ്ങളെ പോലുള്ള പോലീസുകാർക്കല്ലയോടോ അതിന്റെ വൈബ്രേഷൻ. വന്നോ കവലേന്ന് തൊട്ടടുത്തുള്ള വഴിയില്ലേ, അതുവഴി വരുമ്പോ ആദ്യത്തെ വീട്. ഗുണ്ടാ പുഷ്കറിന്റെ വീടെന്ന് പറഞ്ഞാൽ ആരും കാണിച്ചു തരും. ഭയങ്കര ഫേമസ് അല്ലയോ? ആരാ സാറേ? ഞാനാ? സാറേ, ചാനൽ എത്തി കഴിഞ്ഞു. സാറേ, എന്താ സാറേ പരിപാടി? എന്റെ പുഷ്കര, തന്നെ ഒന്ന് നന്നാക്കി എടുത്തിട്ടേ ഈ CI ഷിജുവിന് വിശ്രമമുള്ളൂ. മനസ്സിലായില്ലേ? കാശുമായിട്ടാ സാറ് വന്നിരിക്കുന്നേ. തനിക്കൊരു കട തുടങ്ങാം.
ഇഷ്ടമുള്ള കട. അതിനുള്ള കാശും സാറ് തരും, റെന്റും സാറ് തന്നെ കൊടുക്കും. സാറേ എങ്കിൽ നമുക്ക് ടൗണിലെ കത്തി കൊടുവാളൊക്കെ വിൽക്കുന്ന ഒരു കട തുടങ്ങിയാലോ? മതി. ഗുണ്ട കത്തി, അതെ. ആ ബിസിനസ്സിൽ തനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ നീ ഇനി ഗുണ്ടാ പണിക്ക് പോകരുത്. അതെന്താ സാർ? ഞാൻ പിണങ്ങും. ഇല്ല സാർ, ഞാൻ പോവില്ല. ഓക്കെ. സാറേ ഞങ്ങൾ എത്തി. സാറേ ഇനി ഐശ്വര്യമായിട്ട് ആ കാശ് അങ്ങോട്ട് കൊടുത്താട്ടെ. പുഷ്കര ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ. സാറിനെ പിടിക്കണം. ഞാനെന്തിനാ പിടിക്കുന്നത്? ഞാൻ പോലീസല്ലേ, ഞാനല്ല കള്ളനെ പിടിക്കേണ്ടത്. സാറേ ക്യാമറ വെച്ച് പിടിക്കുന്ന കാര്യമാ പറഞ്ഞത്. അതെന്റെ പണിയല്ലല്ലോ. ക്യാമറമാൻ ക്യാമറ പിടിക്കട്ടെ. സാറേ ഷൂട്ട് ചെയ്യാനാ പറഞ്ഞത്. ഷൂട്ട് ചെയ്യുന്നതിന് കളക്ടർ ഓർഡർ വേണം. ചുമ്മാ ഒരു ഉണ്ട കളഞ്ഞാൽ സമ്മാനം പറയേണ്ടത് ഞാനാണ്. അയ്യോ സാറേ ഇത് ആ ഷൂട്ടിംഗ് അല്ല. പിന്നെ അത് shoot ഈ പൈസ കൊടുക്കുന്നത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത്. സാറേ ഷൂട്ട് ചെയ്യാനാ പറഞ്ഞത്. ഷൂട്ട് ചെയ്യുന്നതിന് കളക്ടർ ഓർഡർ വേണം. ചുമ്മാ ഒരു ഉണ്ട കളഞ്ഞാൽ സമ്മാനം പറയേണ്ടത് ഞാനാണ്. അയ്യോ സാറേ ഇത് ആ ഷൂട്ടിംഗ് അല്ല. പിന്നെ അത് shoot ഈ പൈസ കൊടുക്കുന്നത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത്. അതെ ഷൂട്ട് ചെയ്തു. കാശ് കൊടുത്താട്ടെ. സാറേ എനിക്ക് കിട്ടിയില്ല. എനിക്കല്ലേ. തെങ്ങുമരം CI ഷിജു ഡാനിയലിന്റെ സത്പ്രവർത്തികൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ മാതൃകയാവുകയാണ്. തെങ്ങുമരം സർക്കിൾ ഇൻസ്പെക്ടറായ ഷിജു സൽപ്രവർത്തികൾ കൊണ്ട് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ പുഷ്കരന് ടൗണിൽ ഒരു കടയുണ്ടാക്കി കൊടുക്കാനുള്ള ധനസഹായം ചെയ്യുകയാണ് CI. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. സർ, പുഷ്കരനെ പോലൊരു ക്രിമിനലിനെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ആവശ്യമാണ്. ഏതൊരു മനുഷ്യനിലും നന്മ തിന്മകൾ ഉണ്ട്. നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന കടമ. പുഷ്കരനെ പോലുള്ള ധാരാളം ക്രിമിനലുകളെ ഞാൻ പുനരധിവസിപ്പിക്കാൻ പോവുകയാണ്. വളരെ നന്ദിയുണ്ട് സാറേ. ഹലോ. അവിടെ CI ഷിജു സാറ് നമ്മുടെയൊക്കെ അഭിമാനമാണ് സാറ്. കരയല്ലേ? ചിരിക്കേണ്ട നിമിഷമല്ലേ? കരയല്ലേ? തനിക്ക് മൊബൈൽ സന്ദേശം അയച്ചതായി ആഭ്യന്തരമന്ത്രി ഈ സമയം വാ. ഇന്നത്തെ ന്യൂസിൽ ഞാൻ കലക്കും. അയ്യോ, ന്യൂസ് 10 മണിക്കാണല്ലേ? ചേട്ടൻ ചാനലുകാർക്ക് കാശൊക്കെ കൊടുത്തതാണല്ലോ അല്ലേ? പിന്നെ അവന്മാർക്കൊക്കെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. പുഷ്കറിന്റെ കടയുടെ മുന്നേ തന്നെ അവന്മാർ എന്നെയും ചേർത്ത് പടവ് കൊടുത്തു, വീഡിയോ എടുത്തു. ഓ, എനിക്ക് ഉറപ്പായേട്ടാ ഇപ്പൊ ന്യൂസിൽ വരും. ചേട്ടാ ആ വോളി ഒന്ന് കൂട്ടിക്ക്. ഡിസംബർ 30 കഴിയുമ്പോൾ ചേച്ചി, ചേട്ടന്റെ ഒരു ന്യൂസ് ഇപ്പൊ ടിവിയിൽ വരും. ആ അത് തന്നെ, ഗുണ്ടയെ പുനരധിവസിപ്പിക്കാൻ ചേട്ടൻ കടയിട്ട് കൊടുത്തില്ലേ, അതിന്റെ ന്യൂസ്. ദേ ഇത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് വൈറലാക്കണം. ചേച്ചി TV കാണണേ, ഞാൻ വെക്കുവാണേ. ഞാനും TV കാണട്ടെ. നീ എന്നാടി പറഞ്ഞേ? വാട്സാപ്പിലും ഫേസ്ബുക്കിലും വൈറലാക്കണമെന്നു? ആ ഇടി 10-15 വർഷമായില്ലോടി നമ്മുടെ കല്യാണം കഴിച്ചിട്ട്. ആദ്യം നിന്റെ വൈറലൊന്നാക്ക. ചേട്ടാ ചുമ്മാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ വളി പഠിക്കല്ലേ. അതെ, ഇത് വൈറലായാലേ ഒരു തെണ്ടിക്ക് ഉറക്കം വരില്ല. അതെങ്ങനാടി? മറ്റൊരാളെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോ ആർക്കും ഉറക്കം വരില്ല. ആദ്യമായിട്ടാ നിങ്ങളെ കുറിച്ചൊരു നല്ല വാക്ക് കേൾക്കാൻ പോകുന്നത്. അയ്യോ ന്യൂസ് തുടങ്ങാറായി. ആ ചക്കയൊന്ന് വെച്ചേ. ചക്ക ഞാൻ വാങ്ങിച്ചോണ്ട് വരുവാൻ വേണം. ഞാൻ തന്നെ എന്ന് ചക്ക വെക്കണോ? നീ വേണം പോയി ചക്ക വെക്കടി. ആ ചക്ക ചാനലൊന്ന് വെക്കാൻ. ചക്ക ചാനൽ. നല്ല ചക്ക. രൂപയുടെ പ്രയാസം 5 നാൾ കൂടി നീളുമെന്ന് പ്രധാനമന്ത്രി. കേരളം വളരുകയാണെന്ന് മുഖ്യമന്ത്രി. ആറ്റിങ്ങൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു. കടയുടെ മുന്നിൽ കത്തിക്ക് മൂർച്ച പോരാന്ന് പരാതി പറഞ്ഞയാളെ കടയുടമ കുത്തിമുറിവേൽപ്പിച്ചു. ഗുണ്ടകളെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് കടയിട്ട് കൊടുത്ത ഗുണ്ടാ പുഷ്കരനാണ് ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചത്. തുടർന്ന് നാട്ടുകാർ തമ്മിൽ വെട്ടും കുത്തുമുണ്ടായ സംഭവത്തിൽ പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ പേരിൽ നാളെ തെങ്ങുമരത്ത് ഹർത്താൽ ആചരിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിച്ചു. വെളുക്കാൻ തേച്ചത് പാണ്ടായോ?